സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത വാക്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 54, 55, 56 കാളിയമർദ്ദനം. എഴുത്ത് 56-ാമത്തെ ഒടുവിലത്തെ ദശകമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ ശ്ലോകം നമ്മൾ മുഴുവനാക്കി. ബണിപതിർ ഭവതച്യുത ജീവിത ത്വയി സമർപ്പിതമൂർത്തിരവാനമൽ എന്ന 5-ാമത്തെ ശ്ലോകം അവസാനിക്കുന്നു. ഭണിവധൂഗണ ഭക്തി വിലോകന പ്രവികസ കരുണാകുലചേതസ ഭണിപതിർ ഭവതച്യുത ജീവിത ത്വയി സമർപ്പിതമൂർത്തിരവാനമൽ. കാളിയ പത്നിമാർ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. ഞങ്ങളുടെ ഭർത്താവിനെ വധിക്കരുത്, അവൻ്റെ ജീവൻ ഞങ്ങൾക്ക് ആശ്രയമാണ്, അതുകൊണ്ട് സർവേശ്വര രക്ഷിക്കണേ, വധിക്കാതെ അവനെ ഞങ്ങൾക്ക് വിട്ടു തരണം. ഭഗവാന് കരുണാകുല ചേതസനായി പറഞ്ഞു. രമണകം പ്രജവാരിതി മധ്യകം പണിരിപൂർണ കരോതി വിരോധിതാം ഇതി ഭവത് ഭജനാനി അതിമാനയൻ. ഭജനാന്യതിമാനയൻ, വചനാനി പ്ലസ് അതിമാനയൻ, വചനാന്യതിമാനയൻ പണിപതിർ നിരകാതുരകൈ സമം. കാളിയനോട് ഭഗവാൻ പറഞ്ഞു, നീയൊരു കാര്യം ചെയ്യുക, സമുദ്രത്തിൻ്റെ നടുക്കുള്ള രമണക ദ്വീപിലേക്ക് പൊക്കോളുക. എൻ്റെ ആദ്യത്തെ യഥാർത്ഥ അധിവാസസ്ഥാനം അതാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഈ കാളിന്തി നദിയിൽ ഗരുഡനോട് മത്സരിച്ചിട്ട് അവിടെ വന്ന് താമസിക്കേണ്ട ഗതികേട് വന്നത്. ഈ മത്സരബുദ്ധിക്ക് എപ്പോഴും എന്താ കുഴപ്പം? സ്വന്തം സ്ഥാനം കൂടി നഷ്ടപ്പെട്ടു. അവിടെ ഇരിക്കാൻ ഗരുഡനെ പേടിച്ചിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മത്സരിക്കാൻ പോകാണ്ടിരിക്കുക നല്ലത്. ഗരുഡന് വെച്ച ബലി എന്തിനാ താൻ ഭക്ഷിക്കാൻ പോയേ? അതുകൊണ്ട് എന്തുണ്ടായി? തൻ്റെ രമണകം എന്ന സ്ഥാനം പോലും കാളിയന് നഷ്ടപ്പെട്ടു. ഗരുഡൻ വന്ന് തൻ്റെ കഥ കഴിക്കും. ഇപ്പം എന്തേ വഴിയുള്ളൂ? ഗരുഡന് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോവുക. ബാലികേറാമല പോലെ, ബാലിക്ക് കയറി കൂടാത്ത സ്ഥലമാണല്ലോ അത്, ഋഷ്യമുഖ, അതേപോലത്തെ സ്ഥലമാണ് കാളിന്തി നദി. അവിടെ വന്നാൽ ഗരുഡൻ്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കും. ശൗബരി മഹർഷിയുടെ ശാപമുണ്ട്. രമണകം എന്ന സ്വന്തം സ്ഥാനം വിട്ട് നീ ഇവിടെ വന്നത് എനിക്കറിയാം, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അങ്ങോട്ട് തന്നെ പോവുക. അപ്പോൾ ഗരുഡൻ ഉപദ്രവിക്കില്ലേ? ഇല്ല. പണിരിപൂർണ കരോതി വിരോധിതാം, ന കരോതി വിരോധിതാം. ബണിരിപു പാമ്പിൻ്റെ ശത്രു, ബണി പാമ്പ്, റിപു ശത്രു. അതാരാ? ഗരുഡൻ. അതെന്താ കാരണം? അത് മുമ്പേ ഇല്ലേ ശത്രുതയൊക്കെ? ഇപ്പോൾ നിൻ്റെ അഹങ്കാരം പോയി, പഴയ കാളിയനല്ല നീ. അത് നിൻ്റെ തലയിൽ നോക്കിയറിയാം, എൻ്റെ കാലിൻ്റെ അടയാളം മുഴുവൻ ഇങ്ങനെ മുദ്ര വെച്ച പോലെ പതിഞ്ഞിട്ടുണ്ട്. ഭഗവത് പാദത്തെ പതിഞ്ഞ ഒരു ശിരസ് എത്ര പാവനാവണം? വെറുതെ പതിയോ ആ പാദങ്ങൾ? ഭക്താനാം കാമവർഷം ഇതര കിസലയാണ്. ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം പിശുക്ക് കൂടാതെ വർഷിക്കുന്ന മുക്തിഭാജാം നിവാസോ, മോക്ഷത്തിൻ്റെ അധിവാസസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ഭഗവത് പാദപത്മങ്ങളാണ്. അത് പതിഞ്ഞിരിക്കുന്നു നിൻ്റെ ശിരസ്സുകളിലെല്ലാം, എല്ലാ പടത്തിലും. അപ്പോൾ നിൻ്റെ അഹങ്കാരം പോയി എന്ന് അങ്ങനെയുള്ള ദിക്കിലേ പാദങ്ങളുണ്ടാവുള്ളൂ. പാദങ്ങളുടെ ദിക്കിൽ അഹങ്കാരം ഉണ്ടാവില്ല, അഹങ്കാരം ഇല്ലാത്ത ദിക്കിലേ പാദങ്ങൾ ഉണ്ടാവുള്ളൂ. പാദവും അഹങ്കാരം കൂടി ഒരിക്കലും യോജിക്കില്ല, സംശയിക്കാനില്ല. അതുകൊണ്ട് ഏതൊരു നിൻ്റെ തലയിലാണ് എൻ്റെ പാദങ്ങൾ ഉള്ളത്, അത് കണ്ടാൽ ഗരുഡന് മനസ്സിലാവും എൻ്റെ അഹങ്കാരം എല്ലാം തീർന്നു, ഇപ്പം നീ പാപം നശിച്ചവനായി പൊക്കോളൂ. ഞാനല്ലേ പറയണം. പണിരിപുർണ കരോതി വിരോധിതാം
ഇതി ഭവത് ഭജനാനി അതിമാനയൻ വചനാന്യതിമാനയൻ. അങ്ങയുടെ വാക്കുകളെ കാളിയൻ ബഹുമാനിച്ചു. അഹങ്കാരമൊക്കെ പോയി. ഭഗവത് സാമീപ്യവും സംസർഗവും സംഘവും ഉണ്ടായാൽ ഏത് ദുഷ്ടനും നേരെയാവുന്നതാണ്. മനസ്സിൻ്റെ ദുഷ്ടതകളെല്ലാം മാറി നല്ലവനായി കാളിയനും കൂടി. സത്സംഗത്തിൻ്റെ ഒരു മഹത്വേ. ബണിപതിർ നിരകാതുരകേ സമം ബണിപതി. ബണിപതി പാമ്പ് കാളിയൻ. നിരകാത് ഉരകേ സമം പത്നിമാരോടുകൂടി ആ വെള്ളത്തിൽ നിന്ന് ഉയർന്നു പോവാനായിക്കൊണ്ട് തയ്യാറായി. രമണകം വ്രജവാരിധി മധ്യകം. സമുദ്രമധ്യത്തിലുള്ള രമണകത്തിലേക്ക് നീ പോയിക്കൊള്ളുക. ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. ബണിരിപുർ ന കരോതി വിരോധിതാം. ഇതി ഭവത് ഭജനാന്യതിമാനയൻ പണിപതിർ നിരകാത് ഉരകൈ സമം. പത്നിമാരായിട്ടുള്ളവരാണ് ഉരകൈ. ആ പാമ്പുകളോടുകൂടി കാളിയൻ പോയി. എന്നിട്ടോ ബണി വധൂജന ദത്തമണി വ്രജ ജ്വലിതഹാരദുകൂല വിഭൂഷിത. തടകതൈ പ്രമദാശ്രീവിമിശ്രിതൈ സമഗദാസജനിർ ദിവസാവധൗ. ബണി വധൂജന ദത്ത മണിപ്രജ്വലിതഹാരദുകൂല വിഭൂഷിത. ഭക്തിപൂർവം ഈ കാളിയ പത്നിമാർ വധൂജനം രത്നം മുത്ത് മുതലായിട്ടുള്ളതെല്ലാം ഭഗവാന് കാഴ്ചവെച്ചു. മണി വ്രജ ജ്വലിതഹാര ദുകൂല. ദുകൂലം വസ്ത്രവും മുത്ത് മാല മുതലായിട്ടുള്ളതെല്ലാം ജ്വലിതഹാരദുകൂല വിഭൂഷിത. അതൊക്കെ അലങ്കരിക്കപ്പെട്ട് ആണ് ഭഗവാനെ കണ്ടത്. കാഴ്ചവെച്ച ഈ മാലകളും ആഭരണങ്ങളും ദത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തതായ. അതൊക്കെ ഭഗവാൻ അപ്പം തന്നെ അണിഞ്ഞു അല്ലേ. നമ്മൾ കെട്ടിയ മാല ഭഗവാന് ചാർത്തി ഇങ്ങനെ കാണുമ്പോൾ ഒരു ആനന്ദമുണ്ട് അല്ലേ. മാല കെട്ടണവർക്ക് അതറിയുള്ളൂ. അതിനാണ് ചിലർ ഒരു പ്രതിഫലമില്ലെങ്കിലും മാല കെട്ടിയ ഭഗവതി എന്ന് ചാർത്തി കാണുമ്പോഴുള്ളൊരു സുഖം, അത് ഒരു ആനന്ദമാണെന്നാണ്. അത് ഇവർക്കുണ്ടായി. അവർ കൊടുത്ത വസ്ത്രാഭരണാദികൾ ചാർത്തിക്കൊണ്ട് ഉള്ള ഭഗവാനെ കണ്ടു. തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ. സന്തോഷത്തോടു കൂടിയിട്ട് കണ്ണുനീരൊഴുക്കി അവർ, ആനന്ദാശ്രുക്കളോടുകൂടി. തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ. ഗോപന്മാരും അവിടെ കൂടിയവരും പശുക്കളെ മേയ്ക്കുന്നവരുടെ കണ്ണിൽ നിന്നെല്ലാം കൃഷ്ണനൊന്നും പറ്റിയില്ലല്ലോ. ദുഷ്ടനായ കാളിയൻ പോലും കൃഷ്ണനുമായിട്ടുള്ള ചേർച്ച കൊണ്ട് നല്ല സ്വഭാവമുള്ളവനായി തീർന്നു. എന്തൊരത്ഭുതം. തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗദാസജനിർ ദിവസാവധോ. ദിവസാവധി സന്ധ്യ, ദിവസത്തിൻ്റെ കഴിയൽ. അവധി എന്ന് പറഞ്ഞാൽ കഴിയലാണല്ലോ. അങ്ങനെ സന്ധ്യാസമയത്ത് അവരെല്ലാം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സമഗത മടങ്ങിപ്പോയി. നിശി പുനത്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരുന്ധ സമന്തത. രാത്രി ആയിരിക്കണു കാളിയമർദ്ദനം കഴിഞ്ഞപ്പോൾ. നിശി ജനോത്കരേ. രാത്രിയിൽ ഗോപന്മാർക്ക് പോകാൻ പറ്റില്ല. അന്നത്തെ പോലെ വെളിച്ചോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം. രാത്രി അധികം സഞ്ചാരമില്ല പണ്ട്. സന്ധ്യ ആവണതിൻ്റെ മുമ്പേ വീട്ടിലേക്ക് എത്തണം എന്നാണ്. ആരും, പ്രത്യേകിച്ച് സ്ത്രീകളല്ലാത്തവരും അതെ. വിളക്ക് കൊളുത്തിയാൽ പിന്നെ യാത്രയൊന്നുമില്ല. അങ്ങനെയാണ് പണ്ടത്തെ ഒരു സമ്പ്രദായം. ശരിയാണ് ഇനി. കാരണം പലവിധ ആപത്തുകൾക്ക് സാധ്യതയുണ്ട്. കള്ളന്മാരുണ്ടാവാം, പിശാചുക്കളും രക്ഷസുകളും അന്തരീക്ഷത്തിലുണ്ടാവാം. അത് ബാധിക്കുക സന്ധ്യയ്ക്കാണ്. മൃഗങ്ങളുണ്ടാവാം, ശ്വാക്കളും മുതല. അപ്പോൾ അതാണ് എന്ത്, ഇനി ഏതായാലും ഇന്ന് പോകണ്ട. നമുക്ക് കാളിന്തി തീരത്ത് അവിടെ കിടക്കുക. മണലുണ്ട്, സുഖമായിട്ട് കിടക്കാം. ചന്ദ്രൻ ചിലപ്പോൾ ഉണ്ടാവാം.
തമസ വ്രജമന്ദിരം വ്രജിതും അക്ഷമ. ഗോകുലത്തിലേക്ക് പോകാൻ പറ്റാതെ കണ്ട് വ്രജമന്ദിരം വ്രജിതും, വ്രജമന്ദിരത്തിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട്, അക്ഷമേ പറ്റാത്തതിനാൽ, ഭവച്ചരണാശ്രയേ അങ്ങയുടെ പാദം മാത്രം ആശ്രയമായിട്ടുള്ള അവർ, ദവകൃശാനു സമന്തത അരുന്ധത അവിടെ കഴിയേണ്ടി വന്നു. ഭവച്ചരണാശ്രയെ തത്ര സ്വപതി, സ്വപതി ഉറങ്ങുമ്പോൾ, കാറ്റൊക്കെ ഉണ്ടാവും അവിടെ, വേഗം ഉറക്കം വരും അല്ലേ, കാറ്റൊക്കെ ഉണ്ടാവുമ്പോഴേ. സ്വപതി ഉറങ്ങുമ്പോൾ എന്തുണ്ടായി? ഭയങ്കരമായിട്ടൊരു കാട്ടു തീയുണ്ടായി. ദവകൃശ, ദവം അഗ്നി, ദവകൃശാനു സമന്തത അരുന്ധത കാട്ടു തീ വന്നു എന്ന് പറയണം. ആ കാട്ടു തീയിനെ ഭഗവാൻ തൻ്റെ ഉള്ളിലേക്കായിട്ട് രക്ഷപ്പെടുത്തിയാണ് അവർ. തുടർന്നുള്ള ഭാഗത്ത് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.